Dear students, today we are going to discuss electric charges and fields or electrostatics. Plus 2 physics first chapter ആണ് electric charges and fields അല്ലെങ്കിൽ electrostatics. In this particular chapter, electric charge, properties of electric charges, Coulomb's law, electric field, electric dipole, electric flux, Gauss's theorem, applications of Gauss's theorem. These are the important topics are to be discussed. First topic is electric charge. Before going to understand electric charge, we have to know what is electricity. നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഈസ് ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ചാർജസ്. ചാർജുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രിസിറ്റി. ചാർജുകൾ ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ചലിക്കുന്ന ചാർജുകളായിരിക്കും. അതായത് ഇഫ് ദി ചാർജസ് ആർ അറ്റ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ. ഇഫ് ദി ചാർജസ് ആർ അറ്റ് റെസ്റ്റ്, ദി സ്റ്റഡി ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. If the charges are moving, the study is called electrodynamics or current electricity. Then, in this particular chapter, we will discuss about static charges. That is, റെസ്റ്റിലുള്ള ചാർജുകളെ കുറിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ് ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസ് എന്ന് പറയുന്ന ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. റെസ്റ്റിലുള്ള ചാർജുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ദെൻ ചലിക്കുന്ന ചാർജുകളെ കുറിച്ച്, മൂവിങ് ചാർജസിനെ കുറിച്ച് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹിയർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോ മീൻസ് ചാർജ്, സ്റ്റാറ്റിക് മീൻസ് അറ്റ് റെസ്റ്റ്. Therefore, റെസ്റ്റിലിരിക്കുന്ന ചാർജ് എന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം once again I repeat, please listen. Electricity is the branch of physics which deals with the study of charges. If the charges are at rest, the study is called electrostatics or static electricity. If the charges are moving, the study is called electrodynamics or current electricity. Okay, next we are going to understand the concept of electric charge. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, മെക്കാനിക്സിൽ ഒരു വസ്തുവിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ് മാസ് എന്ന് പറയുന്നത്. മെക്കാനിക്സിൽ മാസ് ഈസ് ദി ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. എല്ലാ വസ്തുക്കളിലും പൊതുവായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മാസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ഇൻ ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ ദി പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ഈസ് ചാർജ്. അപ്പം ഇലക്ട്രിക് ചാർജ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. എല്ലാ വസ്തുക്കളിലും ഉള്ള ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജ്. ദാറ്റ് ക്രിയേറ്റ്സ് എ ഫോഴ്സ്. അതെന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദിസ് പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ഓൾവേസ് വിത്തിൻ ദി മാറ്റർ. എന്തിനകത്താണുള്ളത്? അതൊരു മാറ്ററിനകത്താണ് ഉള്ളത്. ഇറ്റ് കംസ് ഇൻ ടു പ്ലേ. ഇത് നമ്മൾ ഉപയോഗത്തിൽ വരുന്നു വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ബ്രോട്ട് നിയർ ആൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് ബോഡി. ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ബോഡിയുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇത് നമുക്ക് എന്തിൽ വരുന്ന പ്രയോഗത്തിൽ വരും. അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് തൊട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻ്റ് കണ്ടതിന് ശേഷം ഇതിലേക്ക് ഒന്നുകൂടി എത്താം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇനി ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് വന്നത്, ഈ ഇലക്ട്രിക് ചാർജ് കംസ് ഫ്രം ആറ്റംസിൽ നിന്നാണ് ഇലക്ട്രിക് ചാർജ് വന്നത് എന്ന് പറഞ്ഞാൽ
എല്ലാ സബ്സ്റ്റൻസുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മോളിക്യൂൾസും ആറ്റംസും ഒക്കെ കൊണ്ടാണ്. മോളിക്യൂളുകൾ കൊണ്ടാണ്. ആ മോളിക്യൂളുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. വിത്തിൻ ദി ആറ്റം, ആറ്റത്തിനകത്ത് പ്രോട്ടോണുകളുണ്ട്, ന്യൂട്രോണുകളുണ്ട്, ഇലക്ട്രോണുകളുണ്ട്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എവിടെ കാണപ്പെടുന്നു? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനകത്തും ദെൻ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് പുറമെ റിവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പ്രോട്ടോൺ ഹാവിങ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഇലക്ട്രോൺ ഹാവിങ് നെഗറ്റീവ് ചാർജ്. ദാറ്റ് മീൻസ് ആറ്റംസ് present charges. From atoms the concept of charge arises. Then electric charge is the property of matter that creates a force. Electric charge comes from atoms. ഇനി നമ്മൾ അതിനൊന്നുകൂടെ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് ഒന്നുകൂടെ ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് പോവുകയാണ്. ആ എക്സ്പെരിമെൻറ്റ് കണ്ടുവരാം. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ ആ എക്സ്പെരിമെൻറ്റിൽ കാണുന്നത് എ കോമ്പ്, ദെൻ paper pieces. Here comb moves the paper pieces towards the comb moves towards paper pieces. There will be no reaction. That means there will be no attraction here. The experiment is when comb or pen is rubbed with dry hair, it attracts more paper pieces. നമ്മൾ കോമ്പിനെ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം പേപ്പർ പീസിനടുത്ത് കൊണ്ടുവന്നു. പേപ്പർ പീസ് കോമ്പിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഈ പേപ്പർ പീസിനെ കോമ്പ് അട്രാക്ട് ചെയ്യാനുള്ള കാരണം. അപ്പം നമുക്കിനി പിറകിലെ ആ ഡെഫിനിഷനിലേക്ക് ഒന്നുകൂടി പോകാം. ആ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? ദിസ് പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഓൾവേസ് വിത്തിൻ ദി മാറ്റർ. എല്ലാ വസ്തുക്കളിനകത്തും ചാർജ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ പേപ്പറിനകത്ത് ചാർജ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതേസമയം തന്നെ കോമ്പിലും ചാർജ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ബിഫോർ റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോപ്പർട്ടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. എന്നാൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ റബ്ബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത്? റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോമ്പ് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയി. അപ്പോൾ നമ്മൾ എന്തായത്? ആ ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്റ്റ്, ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ബ്രോട്ട് നിയറർ ടു ദി ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന് അടുത്തായിട്ട്, പേപ്പർ പീസിനടുത്തായിട്ട് ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? പേപ്പർ പീസസ് അട്രാക്റ്റ് ചെയ്യപ്പെട്ടു. Comb attracts paper pieces. That means comb is an electrically charged object. Here the definition is charge is present inside the matter. മാറ്ററിനകത്ത് ചാർജ് ഉണ്ട്. ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ചാർജ് ഉള്ള ബോഡി അതിനടുത്തേക്ക്, ആ വസ്തുവിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പം ചാർജ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ദാറ്റ് ക്രിയേറ്റ്സ് എ ഫോഴ്സ്. അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് എന്തിന് ആ പേപ്പർ പീസിനെ ഇത് അട്രാക്റ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, ദി എക്സ്പെരിമെന്റ് ഈസ് എ comb or pen rubbed with dry hair. Immediately after the comb is moved towards the paper pieces, we can observe that the paper pieces are attracted by the comb. The reason for this attraction is the property of charge. That means charge is the property of matter that is present inside the body. It comes into play when an object is brought nearer an electrically charged body. ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ബോഡിയുടെ അടുത്ത് നമ്മൾ ഒരു മാറ്റിനെ കൊണ്ടുവന്നാൽ മാത്രമേ അത് ആ ചാർജ് എന്ന് പറയുന്ന ബേസിക് പ്രോപ്പർട്ടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ചാർജ് കെയിം ഫ്രം ആറ്റംസ്. ആറ്റത്തിൽ നിന്നാണ് ചാർജ് വന്നത്. ദെൻ ഓക്കെ, ഇതാണ് ചാർജിൻ്റെ കൺസെപ്റ്റ്. ദെൻ ഇനി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇങ്ങനെ പറയാം, ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നു. കാരണം എന്ത്?
എന്തുകൊണ്ടാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്? എന്താണ് കാരണം? വെൻ ടു ഇൻസുലേറ്റിംഗ് സബ്സ്റ്റൻസസ് ആർ റബ്ഡ് വിത്ത് ഈച്ച് അതർ. നമ്മൾ ഇവിടെ കണ്ട എക്സ്പെരിമെന്റിൽ comb is an insulating substance, dry hair is also an insulating substance. These two substances are rubbed with each other. ഈ രണ്ട് സബ്സ്റ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്തു? റബ്ബ് ചെയ്തു. ഡ്യൂ ടു ദിസ് റബ്ബിംഗ് comb is electrified or comb gets charged. That means കോമ്പിന് എന്ത് ലഭിച്ചു? ചാർജ് ലഭിക്കുകയുണ്ടായി. ആ ചാർജിൻ്റെ ഫലമായിട്ടാണ് പേപ്പറിനെ എന്ത് അട്രാക്റ്റ് ചെയ്തത്. ദാറ്റ് ചാർജസ് ആർ അക്യൂമുലേറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി കോംബ്. കോമ്പിൻ്റെ ഒരു എൻഡിലാണ് ആ ചാർജ് ഇത് അക്യൂമുലേറ്റ് ചെയ്തത്. ദെൻ അത് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ വേണ്ടി ആ ചാർജിന് കഴിയില്ല. അപ്പം എക്സ്പെരിമെൻ്റ് ഇതാണ്. വെൻ എ കോംബ് ഈസ് റബ്ബ്ഡ് വിത്ത് ഡ്രൈ ഹെയർ and electricity is produced due to frictional force. അവിടെ രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്തപ്പോൾ ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ചാർജ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സാണ് അവിടെ ചാർജിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം അവിടെ ചാർജ് റെസ്റ്റിലുള്ള ചാർജാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ആ റെസ്റ്റിലുള്ള ചാർജ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ദാറ്റ് മീൻസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു റബ്ബിംഗ് ഓർ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഫലമായാണ് അവിടെ നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്തെന്നും വിളിക്കും? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നും വിളിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി? വെൻ ടു ഇൻസുലേറ്റിംഗ് സബ്സ്റ്റൻസസ് ആർ റബ്ബ്ഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. രണ്ട് ഇൻസുലേറ്റിംഗ് സബ്സ്റ്റൻസുകളെ നമ്മൾ റബ്ബ് ചെയ്താൽ അവിടെ എന്തുണ്ടാകും? ആ ഒരു ചാർജ് ഉണ്ടാകും. ദെൻ ആ ചാർജ് ഉണ്ടാകാനുള്ള കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയെ നമുക്ക് എന്തെന്നും വിളിക്കാം? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നും വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ദെൻ അനദർ എക്സാമ്പിൾ, when a glass rod is rubbed with silk. ഒരു ഗ്ലാസ് റോഡിനെ നമുക്ക് സിൽക്കുമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം? റബ്ബ് ചെയ്യാം. അങ്ങനെ ഗ്ലാസ് റോഡിനെ നമുക്ക് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് നമുക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് ചാർജും സിൽക്കിന് ലഭിക്കുന്നത് നെഗറ്റീവ് ചാർജുമാണ്. അതേപോലെ ഫർ ഓർ ഊൾ, എബണൈറ്റ്, റബ്ബർ, ആംബർ, പ്ലാസ്റ്റിക് ഇതുമായിട്ടൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് ഫറിനും ഊളിനും വെച്ചാൽ ഫറിന് ലഭിക്കുന്നത് പോസിറ്റീവ് ചാർജും ഊളിനും പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. എബണൈറ്റ്, റബ്ബർ, ആംബർ, പ്ലാസ്റ്റിക്കിനൊക്കെ നെഗറ്റീവ് ചാർജാണ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. ഡ്രൈ ഹെയർ, കോമ്പ്. ഡ്രൈ ഹെയറിന് പോസിറ്റീവ് ചാർജ്, കോമ്പിന് നെഗറ്റീവ് ചാർജ്. എബണൈറ്റ് റോഡ്, ദെൻ പോസിറ്റീവ് ചാർജ്, പോളിത്തീൻ നെഗറ്റീവ് ചാർജ്. എന്തുകൊണ്ടാണ് ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ഒരു വസ്തുവിന് നെഗറ്റീവ് ചാർജ് കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ട് ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജ് കിട്ടി, എന്തുകൊണ്ട് ഒരു വസ്തുവിന് നെഗറ്റീവ് ചാർജ് കിട്ടി, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വസ്തു പോസിറ്റീവാണെന്ന് പറയുന്നത്, എപ്പോഴാണ് ഒരു വസ്തു നെഗറ്റീവാണ് എന്ന് പറയുന്നത്, എപ്പോഴാണ് ഒരു വസ്തു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് എന്ന് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻ്റ് കണ്ടതിന് ശേഷം അതിലേക്ക് പോകാം. നമ്മൾ ആറ്റം പഠിച്ചപ്പോൾ കണ്ട കാര്യമാണ്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടിയുമാണ് എന്ന് പറയുന്നത് ആ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ഗ്ലാസ് റോഡാണ്. ഈ ഗ്ലാസ് റോഡിൽ പോസിറ്റീവ് ചാർജുകളുമുണ്ട്, നെഗറ്റീവ് ചാർജുകളുമുണ്ട്. ബിഫോർ റബ്ബിങ്ങിന് മുന്നേ വേണമെങ്കിൽ ഒന്നുകൂടെ ഫിഗർ ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് തരത്തിലുള്ള ചാർജുകൾ, ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. എങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ ഉണ്ടാകുന്നത്? റബ്ബിങ്ങിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ പിക്ചറിലൂടെ കാണുന്നത്. ശ്രദ്ധിക്കുക, ഗ്ലാസ് റോഡ്, ഇവിടെ ഒരു ഗ്ലാസ് റോഡ് ഉണ്ട്. ആ ഗ്ലാസ് റോഡിൽ 1, 2, 3, 4 പോസിറ്റീവ് ചാർജ്, 1, 2, 3, 4 നെഗറ്റീവ് ചാർജ്. Then the glass rod is before rubbing, the glass rod is in neutral state. എന്തുകൊണ്ടാണ് ന്യൂട്രൽ സ്റ്റേറ്റ് എന്ന് പറയാനുള്ള കാരണം? റബ്ബിങ്ങിന് മുമ്പ് ഗ്ലാസ് റോഡിൽ 4 പോസിറ്റീവ് ചാർജുകളും 4 നെഗറ്റീവ് ചാർജുകളും, അതുപോലെ സിൽക്കിൽ 4 പോസിറ്റീവ് ചാർജുകളും 4 നെഗറ്റീവ് ചാർജുകളും. അപ്പം ഒരു ബോഡി ന്യൂട്രൽ കണ്ടീഷൻ എന്ന് പറയുന്ന സാഹചര്യം ഇതാണ്. ഈക്വൽ നമ്പർ ഓഫ്
എ ബോഡി ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ബോഡി ഈസ് ഇൻ ന്യൂട്രൽ സ്റ്റേറ്റ്. ഇഫ് എ ബോഡി ഈസ് ഇൻ ന്യൂട്രൽ സ്റ്റേറ്റ്, ദി ബോഡി ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ്. ഇനി ഈ ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്? റബ്ബ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സിൽക്കുമായിട്ട് ഗ്ലാസ് റോഡ് റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസ് റോഡിൽ ഉണ്ടായിരുന്ന 4 നെഗറ്റീവ് ചാർജുകൾ സിൽക്കിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താണ്? ഗ്ലാസ് റോഡിൽ പോസിറ്റീവ് ചാർജുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നത്. സിൽക്കിലാണെങ്കിലോ പോസിറ്റീവ് ചാർജുകളുമുണ്ട്, നെഗറ്റീവ് ചാർജുകളുമുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കി? നമ്മൾ പഠിച്ച കാര്യമാണ്. ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണുകളുള്ളത്. പ്രോട്ടോണും ന്യൂട്രോണുകളും തമ്മിൽ അവിടെ നല്ല ബൈൻഡിങ്ങിലാണുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള പോസിറ്റീവ് ചാർജിനെ ആറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുക പ്രയാസമാണ്. പക്ഷേ ഇലക്ട്രോൺസിന് ആറ്റത്തിൽ നിന്ന് പുറത്തു പോകാൻ എളുപ്പമാണ്. അപ്പം ഇവിടെ ഒരു ബോഡിയിൽ നിന്ന് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരുന്നു. നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? ഏതിനാണോ ന്യൂക്ലിയസുമായി വീക്ക് അട്രാക്ഷൻ ഉള്ളത് ആ സബ്സ്റ്റൻസിലെ ഇലക്ട്രോണുകൾ റബ്ബ് ചെയ്യുമ്പോൾ മറ്റേ വസ്തുവിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ ഗ്ലാസ് റോഡിലെ ഇലക്ട്രോണുകൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഗ്ലാസ് റോഡിൽ പോസിറ്റീവിൻ്റെ എണ്ണം കൂടുകയും സിൽക്കിൽ നെഗറ്റീവിൻ്റെ എണ്ണം കൂടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആവുകയും സിൽക്ക് നെഗറ്റീവായി തീരുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ? ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ്ലി ചാർജിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ്ലി ചാർജിൻ്റെ ബോഡി എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന ബോഡി പോസിറ്റീവായിട്ട് മാറുന്നു, ലോസ്റ്റ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ നേടുന്ന ബോഡി എന്തായി മാറുന്നു? നെഗറ്റീവായി മാറുന്നു. അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവ് ബോഡിയായി മാറുന്നു, കൂടുതൽ നെഗറ്റീവ് ഉള്ളത് നെഗറ്റീവ് ബോഡിയായി മാറുന്നു. ഓക്കെ, ഗ്ലാസ് റോഡും സിൽക്കും തമ്മിലുള്ള എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ കണ്ടത്. ദെൻ ഇനി അടുത്തത് വന്നിരിക്കുന്നത് നോക്ക്. ഇവിടെ ഒരു എബണൈറ്റ് റോഡും അതേപോലെ സിൽക്കുമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റബ്ബ് ചെയ്യുന്നത്. എബണൈറ്റ് റോഡിൽ 4 പോസിറ്റീവ് ചാർജുകൾ, 4 നെഗറ്റീവ് ചാർജുകൾ. സിൽക്കിൽ 4 പോസിറ്റീവ് ചാർജുകൾ, 4 നെഗറ്റീവ് ചാർജുകൾ. എന്താ സംഭവിച്ചത്? അവിടെ ഉണ്ടായിരുന്ന ഫറിലുണ്ടായിരുന്ന നെഗറ്റീവ് ചാർജുകൾ ഇങ്ങോട്ടത്തേക്ക് പോയി? എബണൈറ്റ് റോഡിലേക്ക് പോയി. അങ്ങനെ എബണൈറ്റിലേക്ക് പോയപ്പോൾ ഫർ പോസിറ്റീവായി മാറുകയും എബണൈറ്റ് നെഗറ്റീവായി മാറുകയും ചെയ്തു. എന്താണ്? ദി നമ്പർ ഓഫ് ചാർജസ് ഇൻ ദി എബണൈറ്റ് റോഡ് ഈസ് ഇൻക്രീസ്ഡ്. ദെർഫോർ ഇറ്റ് ബിക്കം നെഗറ്റീവ് ഓർ ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺസ്. അത് ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? നേടി. അതുകൊണ്ട് അത് നെഗറ്റീവായി മാറി. ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടത് പോസിറ്റീവായി മാറി. ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി, എബണൈറ്റ് റോഡ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് വൈൽ ദി ഫർ അക്വയേഴ്സ് ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ്. ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് എത്ര? 4 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. ഇവിടെ അത്രയും തന്നെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്തു? അതിന് ലഭിക്കുകയുണ്ടായി. അപ്പം ക്ലിയർ ആണ്. ന്യൂട്രൽ ബോഡി, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ദെൻ എന്തുകൊണ്ട് ഒരു വസ്തുവിന് പോസിറ്റീവായി മാറുന്നു, ഒരു വസ്തു നെഗറ്റീവായി മാറുന്നു? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന വസ്തു പോസിറ്റീവായി മാറുന്നു, കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോണിനെ നേടുന്ന വസ്തു നെഗറ്റീവായി മാറുന്നു, കാരണം കൂടുതൽ നെഗറ്റീവ് ചാർജിന് അതെന്ത് ചെയ്തു? ക്യൂർ ചെയ്തു. അതാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡെഫിനിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ന്യൂട്രൽ ബോഡി ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഈക്വൽ ആയിട്ടുള്ള കാര്യത്തിൽ, പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പറയും ന്യൂട്രൽ ബോഡി എന്ന് പറയും. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ സം ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് ഫ്രം ദി ബോഡി. കുറച്ച് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യപ്പെട്ടു? ഒരു ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടു. ഓർ ലോസ്റ്റ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ അത് പോസിറ്റീവായി മാറി. നെഗറ്റീവ്ലി ചാർജ് ബോഡി വെച്ചാൽ സം ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദി ബോഡി. ആ ബോഡിയിലേക്ക് കുറച്ച് ഇലക്ട്രോണുകൾ ആഡ് ചെയ്തെങ്കിൽ ബോഡി ഗെയിൻസ് ഇലക്ട്രോൺസ്. അത് നമ്മൾ പറയുന്ന പേരാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ദെൻ ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്
Electricity is the branch of physics which deals with the study of charges. If the charges are at rest, the study is called static electricity. If the charges are moving, the study is called electrodynamics. Then what is electric charge? Electric charge is the property of matter that creates a force. Electrical property of matter is electric charge. Next, what is frictional electricity? When two insulating substances are rubbed with each other, electricity is produced due to frictional force. That electricity is called static electricity or frictional electricity. Then example, a glass rod is rubbed with silk. Glass rod gets positive charge and silk get negative charge. Last, what is neutral body? What is positively charged body? What is negatively charged body? Neutral body having equal number of positive charge and equal number of negative charge. Positively charged body, electrons are removed from the body. That body is considered as positively charged body. Some electrons are added to the body. That body is considered as negatively charged body. ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഓക്കെ.